ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു വിജുവാല 2.0. +2 ബിസിനസ് സ്റ്റഡീസിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണിത്. കാരണം +2 ബിസിനസ് സ്റ്റഡീസ് എങ്ങനെ പഠിക്കണം, എന്ത് തുടങ്ങണം, എവിടെ അവസാനിക്കണം, ഏത് പാടാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് ഒന്നും അറിയാത്ത കുട്ടികളുണ്ടാവാം. അപ്പോൾ നമുക്കിനി അധികം ടൈമൊന്നുമില്ല. കാരണം ഡിസംബറിലെ ക്രിസ്മസ് വെക്കേഷനും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കൂൾ തുറക്കുമ്പോൾ നിങ്ങൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫൈനൽ എക്സാമിൻ്റെ പ്രിപ്പറേഷനിലേക്ക് കടക്കുകയെന്ന് ഞാൻ പറയും. കാരണം നമുക്ക് മോഡൽ എക്സാമുകളും പ്രീ മോഡൽ എക്സാമുകളും അതുപോലെ ലാബ് എക്സാമുകളും റെക്കോർഡ് സബ്മിറ്റ് ചെയ്യലും എല്ലാം വരുന്നത് ആ ഒരു ജനുവരി ഫെബ്രുവരി കാലഘട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ടൈമിൽ നമുക്ക് എല്ലാം കൂടി പഠിക്കാനുള്ള ടൈമൊന്നും ഒരിക്കലും ഉണ്ടാവില്ല. അതുകൊണ്ട് ഇപ്പം തന്നെ നമ്മൾ പഠിച്ചു തുടങ്ങുന്നത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് അറിഞ്ഞിട്ട് വേണം. അപ്പോൾ ക്രിസ്മസ് എക്സാമാണ് നമുക്ക് മുന്നോടിയായിട്ടുള്ളത്. അപ്പോൾ ആ ക്രിസ്മസ് എക്സാമിന് പഠിക്കുന്ന പോർഷൻസിൽ ഏത് പോർഷൻസ് നിങ്ങൾ പഠിക്കുമ്പോഴും നിങ്ങളുടെ ഫൈനൽ എക്സാമാണ് നിങ്ങൾ മുന്നിൽ കണ്ടുകൊള്ളുക. അതുകൊണ്ട് തന്നെ ബിസിനസ് സ്റ്റഡീസിലെ ഓരോ പാഠത്തെക്കുറിച്ചും ഏതൊക്കെ പാഠാണ് ഏറ്റവും ഈസി, ഏതൊക്കെ പാഠാണ് ഏറ്റവും ടഫ്, ഏത് പാഠാണ് വളരെ ബോറായ പാഠങ്ങൾ, അതായത് ചില ബോറിങ് ചാപ്റ്റേഴ്സ് ഉണ്ടായിരിക്കും, എന്നാൽ നല്ല ഇമ്പോർട്ടൻറ്റും ആണ്. പഠിച്ചു കഴിഞ്ഞാൽ തലയിലും കയറില്ല, അതുപോലെ തന്നെ പഠിച്ചാൽ പെട്ടെന്ന് മനസ്സിലാക്കാനും പറ്റില്ല, ഉണ്ടാക്കി എഴുതാനും അറിയില്ല, അങ്ങനത്തെ ചാപ്റ്റേഴ്സും ഉണ്ട്. എന്നാൽ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാവുന്നതും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റേഴ്സും ഉണ്ട്. എല്ലാം കൂടി മിക്സ് ചെയ്തുള്ള ഒരു സബ്ജക്റ്റാണ് +2 ബിസിനസ് സ്റ്റഡീസ്. പക്ഷേ +1 ഞാൻ ഒരിക്കലും പറയില്ല, കാരണം +1 ഒരുപാട് ബുദ്ധിമുട്ടാണ് ബിസിനസ് സ്റ്റഡീസിൽ മാർക്ക് കിട്ടാനും പഠിക്കാനും. അപ്പോൾ നമുക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ നമ്മുടെ +2 തന്നെയാണ്. അപ്പോൾ നമുക്ക് +2 സബ്ജക്റ്റുകളും അതായത് ബിസിനസ് സ്റ്റഡീസിലെ ചാപ്റ്റേഴ്സുകളൊക്കെ ഒന്ന് പരിചയപ്പെടാം. ഏതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, നിങ്ങളിപ്പോൾ പഠിക്കേണ്ടത് ഏതാണ്, ക്രിസ്മസ് എക്സാമിന് പഠിക്കുമ്പോൾ ഏതൊക്കെ പാഠങ്ങൾ നന്നായി ശ്രദ്ധിക്കാം, എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ നയിച്ചെടുക്കുക കേട്ടോ, മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ മിസ് ഇവിടെ ചാപ്റ്റേഴ്സ് ഇതാ 1 by 1 ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഫസ്റ്റത്തെ പാഠം ഇൻട്രൊഡക്ഷൻ ചാപ്റ്റേഴ്സ് ആണ്. ഇൻട്രൊഡക്ഷൻ ടു മാനേജ്മെൻറ്റ് എന്താണ്, ഫീച്ചേഴ്സ്, ക്യാരക്ടറിസ്റ്റിക്സ്, അതുപോലെ ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെൻറ്റ്, ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ്, കോർഡിനേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആ പാഠത്തിലുള്ളത്. നമുക്ക് ഒരു 8 മാർക്കിൻ്റെ വെയിറ്റേജോളം നമുക്ക് ആ പാഠത്തിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാം. ദെൻ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്, ഇവിടെ നമ്മൾ 2 പ്രിൻസിപ്പിൾസേ ഉള്ളൂ, 11 മാർക്കിൻ്റെ വെയിറ്റേജ് നമുക്ക് അവിടെ കാണുന്നുണ്ട്. പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അവിടെ ഫയോണിൻ്റെ പ്രിൻസിപ്പിൾ, അതുപോലെ ടൈലറിൻ്റെ പ്രിൻസിപ്പിൾ, സയൻറ്റിഫിക് ടെക്നിക്സ് ഒക്കെയാണ് ഇമ്പോർട്ടൻറ്റ്. ഇവിടെ വെറും 4 മാർക്കിൻ്റെ വെയിറ്റേജ് ഉള്ളൂ, കാരണം നമുക്ക് അവിടെ നിന്ന് ഏകദേശം ഒരു ക്വസ്റ്റ്യനെ പ്രതീക്ഷിക്കാവുന്നതേ ഉള്ളൂ, ഡയമെൻഷൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞിട്ട്. ദെൻ 4, 5, 6, 7, 8 ഇത് 5 ചാപ്റ്റേഴ്സും പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റിൻ്റെ പ്രിൻസിപ്പിൾസ് അല്ല, ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റുകളാണ്. ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ്, കേട്ടോ, ഇതാണ് 5 പാഠം. അപ്പോൾ ഈ 5 പാഠം ഓർഡറിൽ പഠിക്കുകയാണ് ഏറ്റവും എളുപ്പം. ഇതിൽ പ്ലാനിങ്ങും കൺട്രോളിങ്ങും അത്യാവശ്യം നല്ല കുഞ്ഞിയ ചാപ്റ്ററാണ്. പ്ലാനിങ്ങിലും കൺട്രോളിങ്ങിലും നമുക്ക് ഇതുപോലെ ഒരു 6 മാർക്ക് 8 മാർക്കോളം വെയിറ്റേജ് ഉണ്ട്. ഓർഗനൈസിങ് ഇതുപോലെ കുറച്ചും കൂടി വലിയ ചാപ്റ്ററാണ്, നമുക്കൊരു 7 മാർക്കൊക്കെ അവിടെ കൊടുക്കാം. സ്റ്റാഫിങ്ങും ഡയറക്റ്റിങ്ങും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ട് തന്നെ അതിൽ 16-12 മാർക്കോളം വെയിറ്റേജസ് അവിടെ കിടക്കുന്നുണ്ട്. ഓക്കെ, ദെൻ ഇതിലൊന്നും പെടാത്ത ചാപ്റ്റേഴ്സാണ് പിന്നെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. ഇവിടെ നമുക്കൊരു 9 മാർക്കിൻ്റെ വെയിറ്റേജ് കിടക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ 9 മാർക്കോളം എക്സ്പെക്റ്റ് ചെയ്യാം ക്വസ്റ്റ്യൻ പേപ്പറിൽ. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ ഒരുപാട് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ആണ്. ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ക്യാപിറ്റൽ സ്ട്രക്ചർ, ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് വർക്കിംഗ് ക്യാപിറ്റൽ, ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഫിക്സഡ് ക്യാപിറ്റൽ, ഒക്കെ ഫാക്ടേഴ്സിൻ്റെ കളിയാണ് ആ പാഠത്തിൽ. ദെൻ പിന്നീട് നമുക്കുള്ളത് അത്യാവശ്യം നല്ല ലെങ്തി ആയുള്ളൊരു പാഠമാണ്, 18 മാർക്കോളം നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് ആണ്. ദെൻ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആണ്, നമുക്കൊരു 6 മാർക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അങ്ങനെ മൊത്തം നമ്മുടെ കയ്യിൽ ഒരു 11 ചാപ്റ്റേഴ്സാണ് മൊത്തം കംപ്ലീറ്റ്ലി നമുക്ക് +2 ബിസിനസ് സ്റ്റഡീസിൽ പഠിക്കാനുള്ളത്. ഇനി മിസ് ഇതിൻ്റെ കാറ്റഗറൈസ് ചെയ്യാൻ പോവാണ്. കാറ്റഗറൈസ് ചെയ്യാൻ പറയുമ്പോൾ നമുക്ക് വെയിറ്റേജ് പ്രകാരം ഇമ്പോർട്ടൻ്റ് ഉള്ള ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം. അതുപോലെ ഇതിൽ പെട്ടെന്ന് പഠിച്ചു തരുന്ന ഈസി ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്, പെട്ടെന്ന് മനസ്സിലാവുന്ന പാഠങ്ങൾ ഏതൊക്കെയാണ്, നല്ല ബോറിംഗ് ആയ എന്നാൽ നല്ല ഇമ്പോർട്ടൻ്റ് ഉള്ള പാഠങ്ങൾ ഏതൊക്കെയാണ്. ഇതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, ഏത് ഓർഡർ വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്തിട്ട് പഠിക്കാം. ദെൻ ഈ 11 പാഠത്തിൽ നമുക്ക് എങ്ങനെയും ക്രിസ്മസ് എക്സാമിന് നമുക്കിപ്പോൾ ഡിസംബറിലെ ക്രിസ്മസ് എക്സാമാണ്,
ആ ക്രിസ്മസ് എക്സാമിന് നമുക്ക് എങ്ങനെയും 9 ചാപ്റ്റേഴ്സ് എക്സ്പെക്റ്റ് ചെയ്യാം. ഉറപ്പായിട്ടും 9 ചാപ്റ്റേഴ്സ് നമുക്ക് ഉണ്ടായിരിക്കും. അതായത് ലാസ്റ്റത്തെ 2 പാഠങ്ങൾ ഒഴികെ ബാക്കി 9 പാഠങ്ങളും കഴിഞ്ഞ ക്രിസ്മസ് എക്സാമിന് ഉണ്ടായിരുന്നു, ഷുവറായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ 9 പാഠങ്ങൾ ഏതൊക്കെയാണ്? അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ 9 പാഠങ്ങളിൽ നിന്നും ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള പാഠങ്ങളാണ് മിസ് ചെയ്യുന്നത്. ആദ്യമായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് ഡയറക്റ്റിംഗ് എന്ന് പറഞ്ഞ പാഠമാണ്. ഡയറക്റ്റിംഗ്, ദെൻ സ്റ്റാഫിംഗ്, ഇതൊക്കെ വളരെ വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സാണ്. ദെൻ മാർക്കറ്റിംഗ്, ഇതൊക്കെ വളരെയധികം മാർക്കറ്റിംഗ് മാനേജ്മെൻ്റ് ആണ്. ദെൻ പിന്നീട് നമ്മൾ ഇപ്പോൾ ഡയറക്റ്റിംഗ് ആയി, സ്റ്റാഫിംഗ് ആയി, അതുപോലെ തന്നെ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നന്നായി ക്വസ്റ്റ്യൻസ് വരുന്ന ചാപ്റ്റേഴ്സാണ് കേട്ടോ. നമുക്ക് എക്സാമിന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്ന ചാപ്റ്റേഴ്സാണ് സ്റ്റാഫിംഗ്, മാർക്കറ്റിംഗ്. അതുപോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു മാനേജ്മെൻറ്റ്, ഇതൊക്കെ അത്യാവശ്യം നല്ല വെയിറ്റേജ് വരുന്ന പാഠങ്ങളാണ്. പിന്നീട് നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്, പ്രിൻസിപ്പിൾസ് വെയിറ്റേജ് വരുന്ന ചാപ്റ്ററാണ്. അതിനുശേഷം നിങ്ങൾക്ക് പ്ലാനിങ്ങും അതുപോലെ തന്നെ കൺട്രോളിങ്ങിലേക്കും കിടക്കാം. പ്ലാനിങ് ആൻഡ് കൺട്രോളിങ് ഈ ഒരു ഓർഡറിൽ നിങ്ങൾക്ക് പഠിച്ചു പോവാം. കണ്ടോ, ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള പാഠങ്ങൾ കവർ ചെയ്യണം എന്നുള്ളവർ ഈ ഒരു ഓർഡറിൽ പഠിക്കുക. അപ്പോൾ നമ്മുടെ 1, 2, 3, 4, 5, 6 8 പാഠങ്ങൾ അവിടെ കഴിഞ്ഞു. പിന്നീട് നമുക്ക് ഏതിലേക്ക് പോയാൽ മതി? ഓർഗനൈസിങ് എന്നുള്ള പാഠത്തിലേക്ക് പോവാം. അതുപോലെ തന്നെ കൺസ്യൂമർ പ്രൊട്ടക്ഷനിലേക്ക് പോവാം. അതുപോലെ തന്നെ ലാസ്റ്റ് നിങ്ങൾ പഠിച്ചാൽ മതി ഇത് ബിസിനസ് എൻവയോൺമെൻറ്റിൽ വല്ലാണ്ട് ഒന്നും നിങ്ങൾ പഠിക്കേണ്ട. ലാസ്റ്റ് പാഠത്തിലേക്ക് 3rd ചാപ്റ്ററിലേക്ക് എത്തിയാൽ മതി. ഇതാണ് വെയിറ്റേജ് പ്രകാരം പഠിക്കണം എന്നുള്ള കുട്ടികളുണ്ട് എങ്കിൽ ഈ ഒരു രീതിയിൽ പഠിക്കാം. വെയിറ്റേജ് അനുസരിച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ഉള്ള പാഠങ്ങളാണ് ഞാൻ ആദ്യം പഠിക്കുന്നത് എങ്കിൽ ഈ ഒരു ഓർഡറിൽ പഠിക്കുക. ഇതിലേതൊക്കെ പാഠം ക്രിസ്മസ് എക്സാമിന് ഉണ്ട് നോക്കിയിട്ട് അങ്ങനെ പഠിക്കും. ഓക്കെ, ഇനി നമ്മൾ പറയുകയാണെങ്കിൽ ഈസി ആണ് പഠിക്കാൻ, നല്ല എളുപ്പമുള്ള പാഠങ്ങളുടെ എണ്ണം നമുക്ക് നോക്കി നോക്കാം. ഏറ്റവും എളുപ്പം നമുക്ക് മനസ്സിലാക്കിയിട്ട് ഉണ്ടാക്കി എഴുതാനും അതുപോലെ തന്നെ ഏറ്റവും എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ഫസ്റ്റത്തെ പാഠം എന്ന് പറയുന്നത് സ്റ്റാഫിംഗ് ആണ്. സ്റ്റാഫിംഗ് എന്ന് പറയുമ്പോൾ അതിലൊരു 3-4 ടോപ്പിക്കാണ് വലുതുള്ളൂ. അതൊക്കെ 8 മാർക്കിന് വരും ചെയ്യും. അപ്പോൾ സ്റ്റാഫിംഗ് നിങ്ങൾ ഉണ്ടാക്കി എഴുതാനും നിങ്ങൾക്ക് പറ്റും. സ്റ്റെപ്പുകളും അതുപോലെ തന്നെ അതിൻ്റെ പ്രോസസ്സും ഉണ്ടാക്കി പഠിച്ചാൽ മാത്രം മതി. അതേപോലെ നമുക്ക് ഉണ്ടാക്കി എഴുതാൻ പറ്റുന്ന ഒരു പാഠമാണ് പ്ലാനിംഗ് എന്ന് പറഞ്ഞ പാഠം. പ്ലാനിംഗ് എന്ന് പറഞ്ഞ പാഠത്തിൽ പ്ലാനിങ്, ഇമ്പോർട്ടൻസ്, ലിമിറ്റേഷൻസ്, സ്റ്റെപ്പുകൾ അത്രയേ ഉള്ളൂ. ദെൻ നമുക്ക് വേഗം അടുത്ത പഠിച്ചു തീർക്കാൻ പറ്റുന്നത് കൺട്രോളിംഗ് എന്ന് പറഞ്ഞ പാഠമാണ്. കൺട്രോളിങ്ങിൽ ജസ്റ്റ് അതിൻ്റെ ഇമ്പോർട്ടൻസും ലിമിറ്റേഷൻസും അതിൻ്റെ സ്റ്റെപ്പും കഴിഞ്ഞാൽ കൺട്രോളിങ്ങിൻ്റെ പാഠം കഴിഞ്ഞാൽ അതൊക്കെ വളരെ ഇമ്പോർട്ടൻറ്റും ആണ്. പിന്നീട് നമുക്ക് പോവാം സെക്കൻഡ് ചാപ്റ്ററിലേക്ക്. സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുമ്പോൾ പ്രിൻസിപ്പിൾസ് ഓഫ് ഫയോളിൻ്റെ പ്രിൻസിപ്പിളും കുറച്ച് ടെക്നിക്സും പഠിച്ചു കഴിഞ്ഞാൽ ആ പാഠം കഴിഞ്ഞു. ദെൻ പിന്നീട് നമുക്ക് നോക്കാം ഫസ്റ്റ് ചാപ്റ്ററിലേക്ക്. ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുമ്പോൾ മാനേജ്മെൻറ്റ്, പ്രിൻസിപ്പിൾസ്, അഡ്വാൻറ്റേജസ്, ഇമ്പോർട്ടൻസ് അത്രയേ ഉള്ളൂ ആ പാഠത്തിൽ. പിന്നീട് നമുക്ക് വരാൻ പറ്റുന്നത് ഡയറക്റ്റിങ്ങിലേക്കാണ്. ഡയറക്റ്റിംഗ് അത്യാവശ്യം നല്ല ലെങ്തി ചാപ്റ്ററാണ്. ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റിങ്ങിലേക്ക് എത്തിയാലും കുഴപ്പമില്ല. ഓക്കെ, ഈ ഒരു ഓർഡറിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി പാഠങ്ങളാണ്. പിന്നീട് നമുക്ക് മാർക്കറ്റിങ്ങിലേക്ക് വരാം. മാർക്കറ്റിങ്ങും നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള പാഠമാണ്. അതുപോലെ തന്നെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ, ഈ പാഠങ്ങളൊക്കെ ഈ 8 പാഠങ്ങൾ ഇത്രയും വേഗം പഠിച്ചു കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്. അപ്പോൾ ലാസ്റ്റുള്ള പാഠങ്ങൾ ഏതൊക്കെയാണ്? ഇതിൽ പെടാത്ത കുറച്ച് പാഠങ്ങൾ, മിസ് ചെയ്തിരിക്കുന്ന പെടാത്ത കുറച്ച് പാഠങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ 3rd ചാപ്റ്റർ. അതുപോലെ തന്നെ നമ്മളിതിൽ തീരെ പെടുത്താത്തത് ഓർഗനൈസിങ്. കാരണം ഓർഗനൈസിങ് വളരെയധികം ബുദ്ധിമുട്ടാണ്. ഒന്ന് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ചില കുട്ടികൾക്ക് ഒന്നത് പെട്ടെന്ന് നമുക്ക് കത്താനും ഈസി ആവാനും ബുദ്ധിമുട്ടായിരിക്കും. പിന്നീട് അണ്ടർസ്റ്റാൻഡിങ് ചാപ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവാം, ഇപ്പോഴത്തെ ഡെയിലി ലൈഫിലുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന പാഠമാണ് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ്. അതുപോലെ തന്നെ കൺസ്യൂമറിൻ്റെ പാഠം, കൺസ്യൂമർ ഇക്വിലിബ്രിയം, ദെൻ പ്ലാനിങ്, അതുപോലെ തന്നെ കൺട്രോളിങ്. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കി ഡെയിലി ലൈഫുമായി കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന പാഠങ്ങളാണ് ഇതൊക്കെ. ഇതിൽ ഏത് വേണമെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. നിങ്ങൾക്കിതിൽ ഏത് മാനദണ്ഡങ്ങൾ തീരുമാനിച്ചിട്ടും ചാപ്റ്റേഴ്സ് പഠിക്കാം. ഇനി ഇതിലൊക്കെ പെടാതെ വളരെയധികം ബോറിംഗ് ചാപ്റ്റേഴ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് ബോറിംഗ് ചാപ്റ്ററാണ് ഓർഗനൈസിങ് ബോറിംഗ് ചാപ്റ്റർ എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ നമുക്ക് സത്യം പറഞ്ഞാൽ ഡെലിഗേഷൻ, ഡീസെൻട്രലൈസേഷൻ, സെൻട്രലൈസേഷൻ ഇങ്ങനെയൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബന്ധമില്ല, എന്നാൽ ബന്ധമുണ്ട്. അങ്ങനെ കുറച്ച് ടേമുകളും ഡെഫിനേഷൻസും കാണാം. സ്ട്രക്ചറുകൾ, ഫങ്ഷണൽ സ്ട്രക്ചർ, ഡിവിഷണൽ സ്ട്രക്ചർ എന്നൊക്കെ പറഞ്ഞ് കാണാം. എന്നാൽ നമുക്കത് കൺഫ്യൂസിങ്ങും ആയിരിക്കും. അങ്ങനത്തെ ഒരു പാഠമാണ് ഓർഗനൈസിങ് എന്ന് പറഞ്ഞ പാഠം. അതേപോലെ തന്നെ നമുക്ക് പിന്നീട് നമുക്കൊരു കൺഫ്യൂസിങ് ഉള്ള പാഠമാണ് ഡയറക്റ്റിംഗ് എന്ന് പറഞ്ഞുള്ള പാഠം. ഡയറക്റ്റിങ്ങിൽ നമുക്ക് ഡയറക്റ്റിങ്ങിൻ്റെ 4 എലമെൻറ്റ്സ് ഉണ്ട്: സൂപ്പർവിഷൻ, ലീഡർഷിപ്പ്, മോട്ടിവേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ.
അതിൽ നമ്മൾ എങ്ങനെയൊക്കെ ഓർഡറിൽ പഠിച്ചാലും ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോകുന്ന ഒരു ചാപ്റ്ററാണ് ഡയറക്റ്റ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ. ഓക്കെ, അപ്പോൾ ഇത്രയും എന്നാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 2 പാഠങ്ങളും ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്കിതിൽ ഏത് രീതിയിൽ പഠിക്കണം തീരുമാനിക്കുന്നത് നിങ്ങളാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്ന പാഠങ്ങളുണ്ട്, അണ്ടർസ്റ്റാൻഡിങ് ആയുള്ള പാഠങ്ങളുണ്ട്, അത്യാവശ്യം വെയിറ്റേജ് ഉള്ള പാഠങ്ങളുണ്ട്. പിന്നെ നിങ്ങൾക്കിതിൽ വേണമെങ്കിൽ കുറേ ക്വസ്റ്റ്യൻസ് 8 മാർക്കിൻ്റെ ചോദ്യങ്ങൾ വരാവുന്ന പാഠങ്ങൾ ഏതൊക്കെയാണ്, അതൊക്കെ നമ്മുടെ ഈ വെയിറ്റേജിൻ്റെ അനുസരിച്ച് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ ബിസിനസ് പഠിക്കുകയാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്കുള്ള 9 പാഠങ്ങൾ നമുക്ക് എങ്ങനെ ക്രിസ്മസ് എക്സാമിന് ഉണ്ടാവും. അപ്പോൾ ക്രിസ്മസ് എക്സാമിന് ഈ 9 പാഠങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ തീരെ പഠിക്കാത്തത് ഒന്നെങ്കിൽ ഫിനാൻഷ്യൽ മാനേജ്മെൻ്റ് ആയിരിക്കും. ഈ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് വളരെയധികം ബോറിംഗ് ആയൊരു ചാപ്റ്റർ തന്നെയാണ് കേട്ടോ. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, അതുപോലെ ഡയറക്റ്റിംഗ് എന്ന് പറഞ്ഞ പാഠം, സ്റ്റാഫിംഗ്, ഇതൊക്കെ നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ ആദ്യം പഠിച്ചു കഴിയുക എന്നുള്ളതാണ് നിങ്ങളെ സംബന്ധിച്ച് ക്രിസ്മസ് എക്സാമിന് ചെയ്യേണ്ടത്. അപ്പോൾ ഓരോ ക്രിസ്മസ് എക്സാമിൻ്റെ ചാപ്റ്റേഴ്സ് പഠിക്കുമ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ ചാപ്റ്റർ പഠിക്കുമ്പോഴും ഇതെൻ്റെ ഫൈനൽ എക്സാമിലേക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് ചിന്തിക്കുക. മെയിനായിട്ട് ഹെഡിങ്ങുകൾ നല്ലപോലെ വെള്ളമാക്കി പഠിച്ചിട്ട് എക്സ്പ്ലനേഷൻ നിങ്ങളുടേതായ ഓൺ വേർഡ്സിൽ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ബിസിനസ് സ്റ്റഡീസ് വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഹെൽപ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, താങ്ക് യു സോ മച്ച്.